Hello friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തട്ടുകടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള ഗ്രീൻ പീസ് എഗ് മസാല റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ പീസ് മസാല റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് ഗ്രീൻ പീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആണ് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഗ്രീൻ പീസിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എനിക്ക് ഇപ്രാവശ്യം കടയിൽ നിന്ന് കിട്ടിയ ഗ്രീൻ പീസിന് അത്യാവശ്യം നല്ല വേവുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 5-6 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ പീസ് ഓവറായിട്ട് അങ്ങ് കുക്കായി പോകണ്ട, ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിവാക്കാനുണ്ട്. ഈ ഒരു വെള്ളം ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് മസാല റെഡിയാക്കാൻ. മസാല റെഡിയാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാൻ നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് ഒരു 2 മീഡിയം സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റും ഒരു 2 ചില്ലി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവാള കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ചിക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ആവശ്യമുള്ളതുകൊണ്ട് സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഗ്രീൻ പീസിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ഗ്രീൻ പീസ് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെയുള്ള ഗ്രീൻ പീസ് മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ അവർ പറഞ്ഞു തന്ന റെസിപ്പി തന്നെയാണിത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മല്ലിയില ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇനി ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്തിട്ട് ഗ്രീൻ പീസിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോയുടെ പുളിയൊക്കെ ഒന്ന് ഗ്രീൻ പീസിലോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.